CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസ് അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ആവേശവും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ ചേരുകയാണ്. എങ്ങനെയുണ്ട് സമ്മേളനത്തിൻ്റെ ആവേശം? മധുര 24-ാം പാർട്ടി കോൺഗ്രസിനാണ് മധുരയിൽ ഈ കഴിഞ്ഞ 2 തൊട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കരട് രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ രംഗത്തുള്ള കാര്യങ്ങളും തീരുമാനിക്കുക. സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. 23-ാം പാർട്ടി കോൺഗ്രസിന് ശേഷം 24-ാം പാർട്ടി കോൺഗ്രസ് വരെ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ വിശദമായിട്ട് തന്നെയാണ് പരിശോധിക്കപ്പെട്ടത്. അത് രാഷ്ട്രീയമായിട്ടും സംഘടനാപരമായിട്ടും ആശയപരമായിട്ടും നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒട്ടേറെ സമരങ്ങൾ നടക്കുകയുണ്ടായി. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് എത്ര കണ്ട് പാർട്ടിക്ക് ഇന്ത്യയിൽ അഡ്വാൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് ചെയ്യാൻ തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത്, പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ജനതയുള്ള രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് വരാൻ കഴിയണം, അതാണ് പ്രധാനമായിട്ടും ചർച്ച. അപ്പോൾ നമ്മുടെ സാധ്യതയ്ക്കനുസരിച്ച് കൊണ്ട് വരാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സമഗ്രമായി ചർച്ച ചെയ്യും. 24-ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശക്തമായിട്ട് ഏറ്റെടുക്കാനും പാർട്ടിയെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ശക്തിപ്പെടുത്താനും അതുവഴി രാജ്യവും ജനങ്ങളും നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് പാർട്ടി കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കി കോൺഗ്രസുമായുള്ള സഖ്യം സംസ്ഥാനാടിസ്ഥാനത്തിൽ പലയിടത്തുമുണ്ട്. അത് പക്ഷേ ദേശീയ തലത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെങ്കിൽ പോലും ഏതൊക്കെ തരത്തിലുള്ള നയരൂപീകരണത്തിലേക്ക് എത്തുമെന്നുള്ള ഇപ്പോൾ രാഷ്ട്രീയ പ്രമേയത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് സഖ്യം മാത്രമാണ് കോൺഗ്രസുമായി ഉണ്ടാവുക എന്നുള്ളത്. കാരണം കോൺഗ്രസിന്റെ നിലപാട് പോലും നമ്മൾ കണ്ടത് പാർലമെന്റിൽ പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്നും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കം വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അക്കാര്യത്തിൽ പാർട്ടി വിശാലമായൊരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികളെ ഒന്നിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു 23-ാം പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്തത്. അത് പാർട്ടിക്ക് മാത്രം കഴിയുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷങ്ങൾക്ക് മാത്രം കഴിയുന്നല്ല. വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ മതേതര പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയമായിട്ടുള്ള അവസ്ഥകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ചും സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്ന രീതിയിലേക്ക് എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നിപ്പിക്കാൻ കഴിയും. അവിടെ സങ്കീർണമായിട്ടുള്ള വീക്ഷണമല്ല CPM മുന്നോട്ട് വെച്ചത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസുമായിട്ട് പോലും യോജിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, തുടർന്ന് മറ്റ് പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചത്. കോൺഗ്രസിൻ്റെ നിലപാടുകൾ എന്താണെന്ന് അവർ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനാധിപത്യവാദികളെയും യോജിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി കഴിയും. അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് രാജ്യം വളർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരായിട്ടുള്ള വിശാലമായ സഖ്യം ഉണ്ടാക്കുക. ഓരോ പാർട്ടിയും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷേ വിശാലമായൊരു സഖ്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. 2 കാര്യം കൂടി. ഒന്ന്, ഈ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടാണ്. അതിനിപ്പോൾ അംഗീകാരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. മറ്റൊന്ന്, ഒരു തുടർഭരണം 3-ാം തവണയും അധികാരത്തിലേക്ക് വരുന്ന അതിനാവശ്യമായ സംവിധാനങ്ങളോട് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. ആ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെ കൂടി, അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിനെ കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്കാകെ പ്രതീക്ഷ നൽകുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ തുടർച്ചയായി 2 തവണ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരിക എന്നുള്ളത് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടി പാർട്ടിയെയും ബഹുജനങ്ങളെയുമായി സന്നദ്ധമാക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ആശയപരമായിട്ടുള്ള വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. ആശയപരമായ മുന്നോട്ട് പോക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ആശയ വ്യക്തത ജനങ്ങളിലും ഉണ്ടാക്കണം, പാർട്ടിയിൽ മാത്രമല്ല ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ക്യാമ്പയിൻ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും
ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു, 10 വർഷമായിട്ട് ചെയ്തു, അല്ലെങ്കിൽ 9 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ അത് കൂടുതൽ ശക്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഭരണം 3ാം തവണയും കേരളത്തിൽ വരണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, പാർട്ടിയും ആഗ്രഹിക്കുന്നത്. അത് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനും അത് ഏറെ സഹായകമായി. സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിൽ കാരണം പലപ്പോഴും ഇപ്പോൾ കോൺഗ്രസ് അടക്കം പ്രതിഷേധമൊക്കെ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവർ വിമർശിക്കുന്നത് ഇതിനെയൊക്കെ നേരത്തെ ഒരു കാലത്ത് SFIയും അങ്ങൊക്കെ അതിൻ്റെ ഭാഗമായി നിന്ന ആളുകളാണ്. അപ്പോൾ ഇതിനെ മാറുന്നു, ഇപ്പോൾ നയം മാറ്റുന്നു എന്നുള്ളതാണ്. അതിലേ നമ്മളിപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മെച്ചമുണ്ടാക്കണം, മുന്നേറ്റം ഉണ്ടാക്കണം. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ആ ഒരു പഠനാന്തരീക്ഷമല്ല ഇന്ന് വേൾഡിൽ തന്നെ വലിയ വിദ്യാഭ്യാസ വിപ്ലവം നടക്കുകയാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസ മുന്നേറ്റത്തോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിനും ഉയർന്നു വരാൻ വേണ്ടി കഴിയണം. അപ്പോൾ ആ വളർച്ചയ്ക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് സമഗ്രമായി ചർച്ച ചെയ്യും. നമ്മളെല്ലാം നേരത്തെ പറഞ്ഞിരുന്നവരെ സാമൂഹ്യ നിയന്ത്രണത്തോടു കൂടിയുള്ള നമ്മുടെ സർവകലാശാലകളെല്ലാം അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകളെല്ലാം വരുന്നത് നമ്മുടെ കുട്ടികൾക്ക്, മലയാളികളായ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനും വളരാനുള്ള അവസരമാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ മറ്റ് പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഏറെ മെച്ചപ്പെടുകയാണ്. അപ്പോൾ ആ മെച്ചപ്പെടുന്നത് അനുസരിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് അനിവാര്യതയാണ്. ആ അനിവാര്യതയാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഏതായാലും കാലാനുസൃതമായ മാറ്റങ്ങൾ തന്നെയാണ് CPM ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഈ പാർട്ടി കോൺഗ്രസ് പ്രധാനമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സഖ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് പോകുന്നത്. മധുരയിൽ നിന്ന് ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്.